നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ടിരിക്കും, ചിലപ്പോൾ പഠിക്കാനാവും, വർക്ക് ചെയ്യാനാവും, അല്ലെങ്കിൽ ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ടാവും. ബട്ട് വിത്തിൻ മിനിറ്റ്സ് നിങ്ങളുടെ കൈകൾ നേരെ ഫോണിലോട്ട് പോകും. അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു പോവുകയാണ്. ഒറ്റ നോട്ടിഫിക്കേഷൻ വന്നാൽ മതി, പിന്നെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. 1 റീല്, 10 റീല്, 50 റീല്, പിന്നെ ഒരു കണക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇങ്ങനെ കുറേ നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ശരിക്കും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ് വേണ്ടത്. പക്ഷേ റിലാക്സ് ആയ പോലെ തോന്നില്ല, വല്ലാത്തൊരു ഫീലിംഗ് ആവും, ടയേർഡ് ആയ പോലെ, റെസ്റ്റ് കിട്ടാത്ത പോലെ ആൻഡ് എംപ്റ്റി ആയ പോലെ. പിന്നെയും നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ നോക്കും, ബട്ട് പറ്റില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും, വായിക്കാൻ ബുദ്ധിമുട്ടാവും, ശരിക്കും ചിന്തിക്കാൻ കഴിയില്ല. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കും, എനിക്കിതെന്താ പറ്റിയേ? നിങ്ങൾക്ക് ശരിക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ബ്രെയിനിൽ ചെറിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആൻഡ് മിക്ക ആൾക്കാരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നമ്മളുടെ ബ്രെയിന് ഈ കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിലല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം മനുഷ്യന്മാർക്ക് കുറേ നേരം ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അറ്റ് എ ടൈം ഒറ്റൊരു ടാസ്കിൽ, ഒറ്റൊരു എൻവയോൺമെന്റിൽ, ഒറ്റൊരു പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു നോർമൽ ദിവസത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയും, എഴുന്നേൽക്കുന്നു, ഫോൺ എടുക്കുന്നു, ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നു, പഠിക്കുമ്പോൾ മ്യൂസിക് ഉണ്ടാവും, ചാറ്റിംഗ് ഉണ്ടാവും, ഇഷ്ടംപോലെ ടാബുകൾ ഓപ്പൺ ആയിരിക്കും. ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണോ എന്നാൽ സ്ക്രോൾ ചെയ്യണം, ബോറടിക്കുന്നുണ്ടോ സ്ക്രോൾ ചെയ്യും, ഉറങ്ങുന്നതിന് മുന്നേ സ്ക്രോൾ സ്ക്രോൾ സ്ക്രോൾ. നിങ്ങളുടെ ബ്രെയിനിന് ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് കിട്ടുന്നില്ല. സൈലൻസ് എന്ന് പറയുന്നത് ശരിക്കും എംപ്റ്റി ടൈം ഒന്നുമല്ല. സൈലൻ്റ് ആവുമ്പോഴാണ് ബ്രെയിനിന് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റുക, തോട്ട്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക ആൻഡ് ഫോക്കസ് റീബിൽഡ് ചെയ്യുക. അതില്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഈ കോൺസ്റ്റന്റ് ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ബ്രെയിനിന് എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് മേക്സ് യുവർ ബ്രെയിൻ എക്സ്പെക്ട് സംതിങ് ന്യൂ എവറി ഫ്യൂ സെക്കൻഡ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് മാറുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് റിവാർഡ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. റീൽസ്, ഷോർട്സ്, നോട്ടിഫിക്കേഷൻസ്, ക്വിക്ക് കോണ്ടന്റ്, ഇതെല്ലാം ഇങ്ങനെ ഡോപ്പമൈൻ റിലീസ് ചെയ്യാനായിട്ട് കാരണമാവുന്ന ചില കാര്യങ്ങളാണ്. ആൻഡ് പോകെ പോകെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പഠിത്തം സ്ലോ ആവും, റീഡിങ് ബോറിംഗ് ആയിട്ട് തോന്നും, ഡീപ്പായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം ശരിക്കും ബോറിംഗ് ആയതുകൊണ്ടല്ല, പിന്നെയോ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. സ്പീഡ് ആൻഡ് സ്റ്റിമുലേഷൻ. രണ്ടാമത്തെ കാര്യം, യുവർ ഫോക്കസ് മസിൽ വീക്കൻസ്. ശ്രദ്ധ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് എന്നൊക്കെ പറയുന്നത് ഒരു മസിൽ പോലെയാണ്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് പോവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിലും ഇപ്പോൾ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയാത്തത്. മനസ്സ് എവിടെയൊക്കെയോ പോകുന്നത്. അത് മടിയൊന്നുമല്ല, അത് കണ്ടീഷനിങ് ആണ്. മൂന്നാമത്തെ കാര്യം, യുവർ മൈൻഡ് നെവർ ഫുള്ളി റെസ്റ്റ്സ്. നിങ്ങൾ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾക്ക് അവിടെ റിലാക്സേഷൻ കിട്ടുന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ അപ്പോഴും ഒരുപാട് ഇമേജസും സൗണ്ടും ഇൻഫോർമേഷൻസും കമ്പാരിസൺസും ഇമോഷൻസും ഒക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ശരിക്കും മെൻ്റൽ നോയ്സ് ആണ്. അപ്പോൾ റിഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് പകരം മെൻ്റലി ക്രൗഡഡ് ആവുകയാണ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ സമയം കളയുക മാത്രമല്ല ചെയ്യുന്നത്, അത് ശരിക്കും നിങ്ങളുടെ ബ്രെയിനിന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോ പ്രോഗ്രസ്, ഡീപ്പ് ലേണിംഗ്, മീനിങ് ഫുൾ എഫേർട്ട്, ക്വയറ്റ് സാറ്റിസ്ഫാക്ഷൻ, ഈ കാര്യങ്ങൾക്കൊക്കെ ഫോക്കസും പേഷ്യൻസും ഒക്കെ ആവശ്യമാണ്. ഈ കോൺസ്റ്റന്റ് സ്റ്റിമുലേഷൻ നിങ്ങൾക്ക് നോർമലായി കഴിഞ്ഞാൽ ദെൻ ഇത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ലൈഫ് ശരിക്കും ഓക്കെ ആണെങ്കിലും റെസ്റ്റ്ലെസ് ആവുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ഒന്നും നമുക്ക് മതിയാവില്ല. ബിക്കോസ് ബ്രെയിനിന് എന്ത് വേണം? കോൺസ്റ്റന്റ് ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് വേണം. ബട്ട് സാഡ്ലി റിയൽ ലൈഫ് അങ്ങനെയല്ല. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. മെൻ്റൽ നോയ്സ് കാം ആക്കാനായിട്ട് പറ്റും, വീണ്ടും നോർമൽ ആവാനായിട്ട് പറ്റും. പക്ഷേ അതിനായിട്ട് എക്സ്ട്രീം റൂൾസോ ടോട്ടൽ ഡിജിറ്റൽ ഡീടോക്സ് ഒന്നും ചെയ്യേണ്ട. പകരം ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റീസെറ്റ്സ് മതി. നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, ക്രിയേറ്റ് ഡെയിലി നോ ഇൻപുട്ട് ടൈം. ഒരു 15 മിനിറ്റ്സ് അത് മതി. ഡെയിലി 15 മിനിറ്റ് നോ ഫോൺ, നോ മ്യൂസിക്, നോ കോണ്ടന്റ്, നോ കോൺവെർസേഷൻ. ഒന്നും ഉണ്ടാവരുത്. ചുമ്മാ ഇരിക്കാം, അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കിയിരിക്കാം. ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. നേരെ ഫോൺ എടുക്കാനൊക്കെ മൈൻഡ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എടുക്കരുത്, ചുമ്മാ ഇരിക്കാം. നമ്പർ 2, പ്രാക്ടീസ് സിംഗിൾ ടാസ്കിങ്. പഠിക്കുമ്പോൾ
പഠിക്കുക മാത്രം ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ഒന്നും വേണ്ട. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ത് ചെയ്താൽ മതി, ഒരു 20 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് പഠിക്കാം. 20 മിനിറ്റ് ആവുമ്പോൾ ബ്രേക്ക് എടുത്തോളൂ. നമ്മൾ ഈ സ്റ്റാമിന കൂട്ടില്ലേ, അതേപോലെ ശ്രദ്ധിക്കാനുള്ള നിങ്ങളുടെ ശേഷി ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. 20 മിനിറ്റ് പിന്നെ 30 മിനിറ്റ് ആക്കുക, പിന്നെ 40 ആക്കുക, 50 ആക്കുക, 60 ആക്കുക, അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ബട്ട് സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും സ്മാൾ ആയിരിക്കണം. നമ്പർ 3, ഡിലേ ദ ഏർജ് ടു ചെക്ക് യുവർ ഫോൺ. നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തോന്നുമ്പോൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരേ 1 മിനിറ്റ്. നമുക്ക് ഈ ഫോൺ എടുക്കാനുള്ള ഈ ത്വര വരില്ലേ, അത് മിക്കപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹാബിറ്റ്സ് കാരണമാണ്. അല്ലാതെ ശരിക്കും നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ശരിക്കും ഫോൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് പോസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്, ബട്ട് ഇറ്റ് വർക്ക്സ് സോ വെൽ. നമ്പർ 4, റിഡ്യൂസ് ഫാസ്റ്റ് കോണ്ടന്റ് ബിഫോർ ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഇപ്പം നിങ്ങൾ ഈ പഠിക്കാനിരിക്കുന്നതിനൊക്കെ മുമ്പ് കുറേ നേരം ഇരുന്ന് റീലൊന്നും കാണരുത്. അതായത് ഹൈലി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം അപ്പം നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ഒരു 15 മിനിറ്റ്സ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ്സ് ബഫർ ടൈം കൊടുക്കുക. ആ സമയത്ത് ഹൈ സ്റ്റിമുലേഷനുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്കിവിടെ ഭയങ്കര വലിയ ഡിസിപ്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. പകരം നിങ്ങളുടെ ബ്രെയിന് ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കൊടുത്താൽ മാത്രം മതി. അതിപ്പോൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, ഓവർലോഡഡ് ആണ് ആൻഡ് ഓവർ ട്രെയിൻഡ് ആണ്. സോ എന്താണ് വേണ്ടത്? റിക്കവറി. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സ്ലോലി യുവർ തോട്ട്സ് വിൽ ഫീൽ ക്ലിയറർ ആൻഡ് അറ്റൻഷൻ ബിക്കംസ് സ്ട്രോങ്ങർ. പെട്ടെന്നുണ്ടാവില്ല, ബട്ട് പതുക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോകളൊക്കെ യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. Have a great day.